ഫ്ലാഷ് ബാക്ക്. മൃദുല മുരളിയാണ് ഇന്ന് എനിക്ക് ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ പോകുന്നത്. അത് മറ്റേ ബ്രേക്ക് ആണല്ലേ, ഹാൻഡ് ബ്രേക്ക് വേറെ. പക്ഷേ നാട്ടിലെല്ലാം ഇൻഡിക്കേറ്റർ ഒക്കെ ഇടാറുണ്ടോ? ഞാനേ പോളിടെക്നിക് പഠിച്ചതാ. യന്ത്രങ്ങളുടെ പ്രവർത്തന രീതിയൊന്നും താൻ എന്നെ പഠിപ്പിക്കണ്ട. അപ്പൊ ക്ലച്ച് ഇടുമ്പോ ഗിയർ അമർത്തണം അല്ലേ? വണ്ണം കെട്ട ക്ലച്ച് കുഴിച്ചിടുമ്പോ ഗിയർ വലിച്ചു എടുക്കണം. ബ്രേക്ക് ഔട്ട് ചെയ്ത് ബ്രേക്ക് എവിടെ? ബ്രേക്ക് എവിടെ? ബ്രേക്കിന്റെ I am ready to surprise your friend Mridula Murali. ഞാൻ 10 പ്രാവശ്യമായി നിന്നെ കണ്ടോണ്ട്. അവള് തപ്പുന്ന ഏത് ഊബറാന്ന്. വെൽക്കം ടു Yours truly. Shubhabala. വെരി കോർഡിനേറ്റഡ്, സ്പോണ്ടേനിയസ്, ഗുഡ് ജോബ്. അപ്പം ഇപ്പോൾ രാവിലെ അല്ല രാവിലെ 11:15. അപ്പോൾ ഇവിടെ ഇപ്പോൾ തക്കിട്ടും ഞാനും മാത്രമേ ഉള്ളൂ. അപ്പോൾ രാവിലെ മുതൽ ഞങ്ങൾ ഇങ്ങനെ എന്ത് ചെയ്യും? കാരണം വെക്കേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാ അമ്മമാർക്കും ഉണ്ടാകുന്ന ടെൻഷനാണ്. അയ്യോ ഇനി എങ്ങനെയാണൊന്ന് എൻ്റർടൈൻ ചെയ്യുക അല്ലേ? ഇപ്പം നോക്കൂ, എൻ്റെ തക്കിട്ടും എന്താ ചെയ്യുന്നതെന്ന് കാണിക്കൂ. ഇതെന്റെ ക്രിസ്മസ് ഫ്രണ്ട് തന്നൊരു പെയിന്റിംഗ്. യെസ്. അപ്പോൾ ഡെയിലി തക്കിട്ടൂന് ഓരോ ആക്ടിവിറ്റീസ് ആയിട്ട് ഞാനിങ്ങനെ എൻഗേജ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ആൻഡ് അത് മാത്രമല്ല, അത് എന്താണ് അതിൽ നിന്ന് അവൾ പഠിച്ചത്, എന്തൊക്കെയാണ് അവൾ ചെയ്തത് എന്നുള്ളതിൻ്റെ ഒരു റിപ്പോർട്ട് പോലെ ഒരു റഫ് ബുക്കിൽ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ഞാനൊരു ടാസ്ക് പോലെ ഈ ഫോൺ വെക്കുന്നതാണ്. ഞാനിപ്പോൾ അതിൻ്റെ മേലെ എൻ്റെ ഫോൺ വെച്ചിട്ടുണ്ട്. ഓക്കെ, അത് ഞാൻ കാണിച്ചു തരാം. മേ ബി വി കൻ ഡു അനദർ വീഡിയോ വേർ വി കൻ ടെൽ ദം എങ്ങനെയാണ് വെക്കേഷൻ ടൈം തക്കിട്ടൂനെ പോലത്തെ കുട്ടികൾ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നത് അല്ലേ? മാക്സിമം സ്ക്രീൻ ടൈം ഒക്കെ കുറച്ച് എങ്ങനെയാണ് അത് ഏറ്റവും നല്ല രീതിയിൽ അത് ഇൻട്രസ്റ്റിംഗ് ആക്കാൻ പറ്റുക. ബിക്കോസ് ഓഫ് കോഴ്സ് എല്ലാവർക്കും എപ്പോഴും കളിക്കാൻ ആൾക്കാരുണ്ടാവില്ല വീട്ടില്. സ്ക്രീൻ ടൈം ഇസ് ഡെഫിനറ്റ്ലി നോട്ട് അഡ്വൈസബിൾ. ഇല്ലല്ലോ. പക്ഷെ ഉണ്ട്, ശാന്തനൊക്കെ ഉണ്ടല്ലേ. ഓക്കെ, അവളെ അതിന്റെ ലാസ്റ്റും പറഞ്ഞത് കേട്ടല്ലോ അല്ലേ? അതെന്താന്ന് ചോദിക്കരുത്, എനിക്കറിയില്ല. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മള് ഇന്നത്തെ വീഡിയോയുടെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദിസ് ഈസ് എ ഡേറ്റ് വിത്ത് തക്കിട്ടു ടുഡേ. ഓക്കെ, ഇന്ന് തക്കിട്ടുവിന്റെ കൂടെ ഞാൻ അഫ്കോഴ്സ് തക്കിട്ടൂനെ ഇവിടെ ഒറ്റക്കാക്കി പോകാൻ പറ്റില്ല, ഇവിടെ ആരുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ സോ എന്താ ചെയ്യേണ്ടതെന്ന് ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു, ഇവിടെ ഞാൻ കുറച്ച് ദിവസമായിട്ട് കൊച്ചിക്കാർക്കെല്ലാം ജാഗ്രതയെ അറിയിച്ചുകൊണ്ട് ഞാൻ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ്. ഞെട്ടിയോ? ഞാൻ ഞെട്ടി. അതായത് എൻ്റെ കഴിഞ്ഞ വർഷം ഞാൻ ഇട്ട വീഡിയോയിൽ മൃദുലയുടെ വണ്ടി ഇല്ല, അത് കഴിഞ്ഞിട്ടേ നമ്മൾ കാണിക്കുള്ളൂ. അതായത് മൃദുല എനിക്ക് അവളുടെ വണ്ടിയിൽ ഡ്രൈവിംഗ് പഠിപ്പിച്ചിരുന്ന വീഡിയോ എല്ലാവരും കണ്ടതാണ്. അതിൽ നിന്ന് എല്ലാവരും പൊട്ടിച്ചിരിച്ചെൻ്റെ അവസ്ഥയിൽ നിങ്ങൾ എൻ്റെ കൂടെ ചേർന്നെങ്കിലും കുറേ പേര് പറഞ്ഞു, ശില്പ ഞാനും പണ്ട് ഇങ്ങനെയായിരുന്നു. പക്ഷെ ശില്പ നമ്മൾ ധൈര്യം കൈവിടാതെ നമ്മൾ എങ്ങനെയെങ്കിലും നമ്മൾ നോക്കണം. ഇന്ത്യൻ റോഡ്സിൽ ഡ്രൈവ് ചെയ്യുന്ന ചാലഞ്ചിങ് തന്നെയാണ്. പക്ഷെ നമുക്ക് അപ്പം എന്താ സംഭവം എന്ന് വെച്ചാൽ, എനിക്ക് മുമ്പിലേ കൂടെ ഒരു കാറ് വരുന്ന കണ്ട, ഒരേ ലൈനിൽ വരുന്ന കണ്ടാൽ ഞാൻ പാനിക്കാവും. കാരണം വളരെ ഡിസിപ്ലിൻ ഡ്രൈവിംഗ് മാത്രം പഠിച്ചുകൊണ്ടിരുന്ന ഞാൻ, അത് ചെയ്തുകൊണ്ടിരുന്ന ഞാൻ ദുബായിൽ, ഇവിടെ വന്നിട്ടുള്ള മൊത്തത്തിൽ എൻ്റെ കിളി പറക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ ഡ്രൈവേഴ്സൊക്കെ. അപ്പൊ എനിക്കൊരു പക്ഷേ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം നമ്മൾ അത് നമ്മളുടെ ജീവിതത്തിൽ ആവശ്യം വന്നിരിക്കുകയാണ്. അത് ഇല്ലാണ്ട് ഇവിടെ ഒന്നും നടക്കില്ല എന്ന് മനസ്സിലായതുകൊണ്ട് മാത്രം ഞാൻ കണ്ണടച്ച് അല്ല ഡ്രൈവ് ചെയ്യാൻ തുടങ്ങിയത്. കണ്ണടച്ച് ആ തീരുമാനം എടുത്തു. ആൻഡ് എൻ്റെ ഏറ്റവും ആദ്യത്തെ ആശാനാണ് മൃദു. പക്ഷെ മൃദുവിന് ഇതുവരെ അറിയില്ല. ഓക്കെ, ഫ്ലാഷ് ബാക്ക്. മൃദുല മുരളിയാണ് ഇന്ന് എനിക്ക് ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ പോകുന്നത്. അത് മറ്റേ ബ്രേക്ക് ആണല്ലേ, ഹാൻഡ് ബ്രേക്ക് വേറെ. ലൈക് നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ എതിരെ വന്നാൽ പാനിക്കായി ബ്രേക്ക് ചവിട്ടിയില്ലെങ്കിൽ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ചവിട്ടും. അതില്ല, പറച്ചൂറേണ്ട കാര്യം ഈ വണ്ടിക്കില്ല. ഓക്കെ, അതായത് ഡ്രൈവർ സീറ്റ് റൈറ്റ് ആകുമ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിലൂടെ വേണം ഓടിക്കാൻ. പിന്നെ ഓടിക്കാൻ ഒരു താല്പര്യം വേണം ബേസിക്കലി. പക്ഷേ ഈ നാട്ടിലെല്ലാം ഇൻഡിക്കേറ്റർ ഒക്കെ ഇടാറുണ്ടോ? ഞാനേ ഓട്ടോമാറ്റിക് ആണ് ഡ്രൈവിംഗ് പഠിച്ചത്, മാനുവൽ അല്ല. ബ്രേക്ക് ചവിട്ടിക്കൊണ്ടല്ലേ നമ്മൾ ഹാൻഡ് ബ്രേക്ക് ഇളക്കേണ്ടത്.
അതൊന്നും ഇപ്പൊ തൽക്കാലം നീ അറിയണ്ട, ആദ്യം മുന്നോട്ട് പോട്ടെ വണ്ടി. പഠിച്ചവരെ ബ്രേക്ക് ഒന്ന് മെല്ലെ കാലെടുക്കുമ്പോ തന്നെ വണ്ടി പോയി. കുഴപ്പമില്ല. ഈ വിൻഡോ എന്തായാലും ഓപ്പൺ ചെയ്ത് വെക്കാം, കാരണം ആരെങ്കിലും എന്തെങ്കിലും മാറിക്കോ. ഓക്കെ, ഈ സ്കൂട്ടർ നമ്മ രക്ഷപ്പെട്ടിരിക്കുകയാണ്. ഇല്ലെങ്കിൽ സോ ദ പ്ലാൻ ഇസ് എനിക്ക് മൃദു മാം എന്തായാലും ഇമോഷണൽ ആയിരിക്കും. ഒന്നെങ്കിൽ സന്തോഷം അല്ലെങ്കിൽ ഇമോഷണൽ ഇമോഷണലും അല്ല, ചിലപ്പോ മനസ്സിലാവും കൂടെ ചെയ്യില്ല. മൃദുമേമന്റെ തലയിൽ ഇപ്പൊ എന്തൊക്കെയൊക്കെയോ കാര്യങ്ങളാണ്, ചിലപ്പോ കണ്ടു കഴിഞ്ഞാൽ റിയലൈസ് കൂടെ ചെയ്യില്ല. എനി വൺ ഓഫ് ദം വിൽ ഹാപ്പൻ. ഓക്കെ, സോ നമ്മള് മൃദു എവിടെയാണ് ഇപ്പൊ, അവൾ ഇവിടെ ഉണ്ടോന്ന് പോലും എനിക്കറിയില്ല, കാരണം അവളുടെ കസിൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ കണ്ട മൃദു മാമക്ക് അറിയും, മൃദു മാമ റിയലൈസ് ചെയ്യണം. അവള് നേരത്തെ ചെവിയിൽ വന്ന് പറഞ്ഞത്, അയ്യോ ഈ വീഡിയോയിൽ പറയല്ല എങ്ങാനും മൃദുമേമ അറിഞ്ഞല്ലോ എന്നാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ടല്ലേ നമ്മളിത് ഇടുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇപ്പൊ ചെയ്യാൻ പോണത് എന്താന്ന് വെച്ചാൽ, ഞാൻ ഇപ്പൊ അവളെ വിളിക്കും, എന്നിട്ട് അവൾ എവിടെയുണ്ടെന്ന് ചോദിക്കും വണ്ടി കയറിയതിന് ശേഷം. എന്നിട്ട് എവിടെയുണ്ടെന്ന് വെച്ചാൽ അവിടെ ഞങ്ങൾ പോകും. ഓക്കെ, എന്നിട്ട് ഞാനത് കാണിച്ചു കൊടുക്കും. എൻ്റെ ആശാന് അഭിമാനം പുളകിതയായോ അതോ പുച്ഛിക്കയോ ഒന്നും എനിക്കറിയില്ല. ഓക്കെ, അപ്പം ഗെറ്റ് റെഡി. ബൈ ദ വേ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു എൻ്റെ സ്കിന്നിന് ഞാൻ ഓൾമോസ്റ്റ് നൗ മോർ ദൻ എ മന്ത് ആയി HK വൈറ്റൽസിൻ്റെ കൊളാജൻ, HK Vital Skin Collagen, which really does a lot to my skin. അപ്പോൾ ഇത് പോസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. പുക ഇങ്ങനെ പോകുന്നുണ്ടോ, നല്ല ഫ്രഷ് ഓറഞ്ച് ഫ്ലേവർ ആട്ടോ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഭയങ്കര യമ്മി ടേസ്റ്റ് ആണ്. ഇറ്റ്സ് റിയലി യമ്മി. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എൻ്റെ സ്കിന്ന് മുമ്പ് ഭയങ്കര അധികം ഡ്രൈ ആയിരുന്നു, ഓണാട്ടായിരുന്നു. പിന്നെ HS വന്നതിന് ശേഷമുള്ള എൻ്റെ സ്കിന്നിൻ്റെ കണ്ടീഷൻ വാസ് ടെറബിൾ. പക്ഷെ അതിൽ നിന്നൊക്കെ ഇപ്പോൾ മച്ച് ബെറ്റർ ആവുന്നുണ്ട്. അതിനായിട്ടുള്ള സ്കിൻ കെയർ ഞാൻ എടുക്കുന്നതുകൊണ്ട് തന്നെയാണ്. അപ്പം നമ്മൾ ഫൈൻ റിങ്കിൾസ്, ഫൈൻ ലൈൻസ്, അങ്ങനത്തെ കുറേ പ്രോബ്ലം, ഡൾ സ്കിൻ, ഇങ്ങനെയുള്ള കുറേ പ്രോബ്ലംസ് നമുക്ക് ഈ HK Vital Skin Collagen എടുക്കുമ്പോൾ ഭയങ്കര ഡിഫറൻസ് ഫീൽ ചെയ്യും. ഇപ്പം ഞാൻ യൂഷ്വലി നിങ്ങളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ഒന്നും ഇട്ടില്ലെങ്കിൽ ഒരു ലിപ്സ്റ്റിക്കെങ്കിലും ഇടും. പക്ഷെ ഞാൻ ഒന്നും ഇട്ടിട്ടില്ല എൻ്റെ ഫേസിൽ. I just washed. ഇപ്പോൾ കുറച്ച് ചൂട് കാരണം ഇച്ചിരി വേർക്കുന്നുണ്ട്. ബട്ട് I have just washed my face. അപ്പോൾ സ്കിന്നിൻ്റെ ഒരു എലാസ്റ്റിസിറ്റിയുടെ ഇംപ്രൂവ്മെൻറ്റ്, പിന്നെ ഒരു പ്ലംപ്, ആ ഒരു I can like go outside like this confidently. ആ ഒരു സ്റ്റേജ് വരെ ഞാനിപ്പോൾ എൻ്റെ സ്കിന്നിൻ്റെ കാര്യത്തിൽ വന്നിരിക്കുകയാണ്. സോ അങ്ങനെ, by the way, if you want to buy it, HK Vitalsൻ്റെ വെബ്സൈറ്റിലോട്ട് പോയിട്ട് BALA10 കോഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് റേറ്റിൽ തന്നെ ഇത് വാങ്ങിക്കാം ആൻഡ് ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്രഗ്നൻറ്റ് വുമൻ അഡ്വൈസബിൾ ആണോ ഇത് കുടിക്കാമെന്ന്. അല്ല. ഓക്കെ, പ്രഗ്നൻറ്റ് ആൻഡ് ബ്രസ്റ്റ് ഫീഡിങ്, നഴ്സിംഗ് അവരൊക്കെ ചോദിച്ചിരുന്നു. സോ അവർക്ക് എന്തായാലും ഇത് അഡ്വൈസബിൾ അല്ല. ബട്ട് ഫോർ ദ റെസ്റ്റ് യെസ് യു ക്യാൻ. ഓക്കെ, പിന്നെ വേറെ കുറച്ച് പേര് എൻ്റെ അടുത്ത് ഹൈഡ്രനൈറ്റിസ് സപ്പോർട്ടീവിൻ്റെ കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ട് എനിക്ക് മെസ്സേജ് അയച്ചു. അത് വളരെ സീരിയസ് ടോപ്പിക്കാണ്. അത് വളരെ മോശം കണ്ടീഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അതിനെക്കുറിച്ച് സംസാരിക്കണമെങ്കിൽ ഒരു പ്രത്യേക വീഡിയോ വേണം. ആൻഡ് നിങ്ങൾ ഒരുപാട് പേര് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് അതിനെക്കുറിച്ച് മെസ്സേജ് അയച്ചു. കുറേ പേര് അത് അനുഭവിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. കുറേ പേര് എൻ്റെ യൂട്യൂബ് വീഡിയോൻ്റെ താഴെ വന്ന് കമൻറ്റ് ചെയ്തു. സോ ഒരു കാര്യം ചെയ്യാം, ഞാൻ അധികം ഡിലേ വരുത്തുന്നില്ല. ഞാൻ നാളെ തന്നെ ആ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാം. ഓക്കെ, ഐ വിൽ ടോക്ക് അബൌട്ട് ഹൗ I recognize the problem and how the treatment went, etc. എല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, ഇത് അതിന്റെ സ്മെല്ല് വരെ കിട്ടും. പെട്ടെന്ന് നമുക്കൊന്ന് റെഡി ആവാം. ബൈ. അതുപോലെ തന്നെ നല്ലൊരു വിന്ററിന് പറ്റിയ ഒരു ക്ലെൻസർ നോക്കി നടക്കുമ്പോഴാണ് HK വൈറ്റൽസിന്റെ തന്നെ ഈ കൊളാജൻ ഫേസ് ക്ലെൻസർ വിത്ത് ആലോവേര എക്സ്ട്രാക്ട് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങുന്നത്. ആലോവേരയുടെ ഗുണം എല്ലാവർക്കും അറിയാലോ, നമ്മുടെ സ്കിന്നിന്റെ ഹൈഡ്രേഷനും അതിന്റെ മോയ്സ്ചറൈസേഷനും ഒക്കെ ബാലൻസ് ചെയ്യാനൊക്കെ വളരെ നല്ലൊരു ഏജന്റ് ആണ്. So I have been using this and I've been pretty much happy with the results. അതിന്റെ ഡ്രൈ സ്കിന്നും കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട് നമ്മളിത് യൂസ് ചെയ്യുമ്പോൾ. സോ ഇതും നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ വേഗം നമുക്ക് റെഡി ആയിട്ട് പോകാം. അപ്പോൾ നമുക്ക് റെഡിയാവാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ ഒരു ഷൂട്ടിന് എൻ്റെ കണ്ണിൽ ചെറുതായിട്ടൊരു ഇൻഫെക്ഷൻ വന്നു. ഓക്കെ, അത് ലെൻസിൻ്റെ ഒരു ചെറിയ പ്രോബ്ലം ആയിരുന്നു. അപ്പോൾ ഒരു ആൻറ്റിബയോട്ടിക്സിലാണ് ഞാനിപ്പോൾ ഉള്ളത്.
അതിൽ നിന്ന് ഞാൻ പഠിച്ച പാഠം, നമ്മൾ ലെൻസ് യൂസ് ചെയ്യുന്ന സമയത്ത് മേക്കപ്പ് ആർട്ടിസ്റ്റ് യൂസ് ചെയ്യുന്ന ലെൻസിനെ നന്നായിട്ടൊന്ന് പഠിച്ചിട്ട് വേണം അത് യൂസ് ചെയ്യാൻ. ബിക്കോസ് ചിലവർക്ക് എല്ലാ ബ്രാൻഡ്സും പറ്റിയെന്ന് വരില്ല. അതാണ് എനിക്ക് സംഭവിച്ച കാര്യം. ഓക്കെ, സോ ജസ്റ്റ് വൺ മോർ ഐ. സക്കിപ്പ ഇങ്ങോട്ട് വാ, കമ്പിങ്സ് തരാം. നമുക്ക് കിട്ടും. അയ്യോ, ഞാൻ ഇന്നലെ രാത്രി 11 o'clock എഴുന്നേറ്റ് ഇന്ന് 10 o'clock എണീച്ചതാ. കുഴപ്പമില്ല, സ്കൂളില്ലല്ലോ. ഞാൻ പിന്നെ ഒരു ദിവസം ഞാൻ 2 o'clock എണീച്ചു. എപ്പോ? ഒരു ദിവസം ഇല്ലേ, ഉച്ചക്ക് എണീച്ചിട്ട്. 2 o'clock? അത് ബിക്കോസ് നമ്മൾ ജെറ്റ് ലാഗ് കഴിഞ്ഞ് വന്നതല്ലേ. ജെറ്റ് ലാഗ് കഴിഞ്ഞിട്ട് that you don't have to count. അതല്ല, ജെറ്റ് ലാഗ് അല്ല, ജെറ്റ് ലാഗിന്റെ അടുത്ത ദിവസമാണ് 2 o'clock എണീറ്റത്. Close your eyes. തലശ്ശേരിന്ന് അച്ഛൻ ആസ്റ്ററിന് പോയെന്ന് വരുമ്പോ ആണ് ഞാൻ എണീറ്റത്. Okay, you ready? Yeah, I am ready to surprise your friend Mridula Murli. She's not just my friend, she's your local guardian also. Yeah, she's my new parent also. Hello. We are ready. We just need some rings, maybe, just for the sake of it. Ready? Any vandi keri Mridune vilichu nokam. നമുക്കില്ലേ ഒരു ദിവസം മൃദുമാമനെ താറെടുത്ത് ഓടിക്കാം. Okay, we're ready. Set, go. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എല്ലാ സമയത്തും കൊതു, വേറെ ഒന്നില്ല. എല്ലാ സമയത്തും കൊതുവും പല്ലിയും. ഓക്കെ, ഇവിടെ നിൽക്കി, കാലിലിടട്ടെ. അവിടെ നിൽക്കി. സോ കൊതുവിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ 2 കാര്യങ്ങൾ ഇവിടെ മസ്റ്റ് ആണ്. ഓക്കെ, ഞാൻ മൃദു മാമിനെ ഒന്ന് വിളിക്കും, വീഡിയോ എടുത്തരണേ. ഓക്കെ, നീ എവിടെയാ? ഇന്ന് ഷോപ്പിലൊന്നും പോയില്ലേ? ആണോ? ഒന്നുമില്ല, വെറുതെ ഞാനിങ്ങനെ ഒരു സാധനം തരാൻ വേണ്ടിട്ട് നിന്നെ കാണാൻ വരാനുണ്ടായിരുന്നു. അപ്പൊ അത് സർപ്രൈസ്. നീ എന്തായാലും ഇറങ്ങുമ്പോ പറയ്. ശരി, ഓക്കെ. 1-2 ആ? ഓക്കെ, ശരി, ബൈ. സോ അവൾ വീട്ടിലാണുള്ളത്.
ചിരിക്കുകയാണോ കരയുക? എന്തോ വലിയ കാര്യം എന്തായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. എന്നാൽ എന്നെ സംബന്ധിച്ച് ഇതൊരു വലിയ കാര്യമാണ്. അവളെ സംബന്ധിച്ചും ഇത് എനിക്കൊരു വലിയ കാര്യം തന്നെയാണ്. എന്റെ വീട്ടുകാരെ സംബന്ധിച്ച് ഇതൊരു വലിയ കാര്യം തന്നെയാണ്. കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് വെറുതെ കുറെ കാശ് ഊബറിനും അതിനൊക്കെ വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ ഉള്ളിൽ എനിക്ക് ഭയങ്കര വേദനയാണ്. ദുബായ് ആയിരുന്നെങ്കിൽ ഒന്നും നോക്കണ്ടായിരുന്നു. പക്ഷെ ആ പേടി മാറ്റണം എന്നുള്ള ഒരു കാര്യം എന്റെ ലൈഫിൽ അതൊരു ആവശ്യമായപ്പോഴാണ് അത് ചെയ്യാൻ തുടങ്ങിയത്. അതിന് ശരിക്കും നമുക്ക് വേണ്ടുന്ന കാര്യം എന്തായിരുന്നു എന്നറിയോ? ഒന്നുമില്ല. ബേസിക്കലി സിമ്പിൾ ആയിട്ട് കാണാം. നമ്മൾ ഭയങ്കര എന്തോ വലിയ ആക്സിഡന്റ് സംഭവിക്കും, ആൾക്കാർ തെറി വിളിക്കും, റോട്ടിലൊന്നും നടക്കില്ല, നമ്മൾ അങ്ങനെ ചെയ്യും അങ്ങനെ വിചാരിക്കാൻ പറ്റും. ഇങ്ങനെ നമ്മൾ ഈ യോഗ മെഡിറ്റേഷൻ ഒക്കെ കഴിഞ്ഞിരിക്കത്തില്ല ഒരു പീസ് ഓഫ് മൈൻഡ്. ആ പീസ് ഓഫ് മൈൻഡിൽ നമ്മൾ ആ റോഡിനൊന്ന് അപ്രോച്ച് ചെയ്ത് നോക്ക്. സ്ലോ ആയിട്ട് വണ്ടി എടുത്തു. ചിലപ്പോ ബാക്കിലുള്ള എല്ലാവരും ഹോൺ അടിക്കും, തെറി വിളിക്കും, ഇത് എന്തോ നീ കാണിക്കുന്നത്. നമുക്കൊരു മൈൻഡ് ചെയ്യാൻ നിൽക്കരുത്. അവരൊക്കെ സ്പീഡിൽ എവിടെ വേണമെച്ചാൽ പൊക്കോട്ടെ. നമ്മൾ നമ്മളെ നോക്കുക, നമ്മൾ നമ്മുടെ മൈൻഡ് നോക്കുക. നമ്മൾ പോകേണ്ട ഡെസ്റ്റിനേഷൻ നമ്മൾ പോകേണ്ട ഡെസ്റ്റിനേഷനിലേക്ക് എന്റെ ഭഗവാനെ സിലബസ് വരെ കടന്നു വരുന്നു. അപ്പൊ നമ്മള് അതാണ് സംഭവം. ബേസിക്കലി നമ്മള് ധൈര്യം അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊരു വലിയ സംഭവം ആക്കാതിരുന്നാൽ മതി. ഇത് എനിക്ക് ഞാൻ ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് വരെ ഇത് ഈസിലി ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ then why not? So remove that and get there on the road. അപ്പം കുഞ്ഞു വണ്ടികളിൽ നിന്ന് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് പഠിക്കാം. അപ്പോഴേ നമുക്ക് ആ മെഷർമെന്റും തക്കിട്ടുണ്ട്. വിരൽ വരുന്നുണ്ടോ അവിടെ? ഇല്ലല്ലോ. അപ്പൊ മെഷർമെന്റും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇപ്പൊ തൽക്കാലം അവള് 1-2 ആവും കടയിൽ എത്താന്ന് പറയുന്നു. ഇപ്പൊ ഇറ്റ്സ് ഓൺലി 12. നമുക്ക് 1 മണിക്കൂറുണ്ട്. എന്ത് ചെയ്യണം? സർപ്രൈസ് വാട്ട്? അപ്പൊ അങ്ങനെ നമ്മളുടെ പ്ലാൻ ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ആക്ച്വലി അവൾക്കൊരു സാധനം കൊടുക്കാനുണ്ട്. ദുബായിൽ നിന്ന് ഞാൻ അവൾക്ക് ഹെയർ സീറം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് അന്നേ കൊടുക്കാന്ന് വെച്ചാൽ 2-3 പ്രാവശ്യം കണ്ടെങ്കിലും മറന്നുപോയി. അപ്പൊ എന്തായാലും അത് കൊടുക്കണം. അപ്പൊ നമ്മൾ നേരെ അവളുടെ വീട്ടിന്റെ താഴെ പോന്നു. എന്നിട്ട് ഞാൻ അവളെ വിളിച്ചു പറയുമ്പോ എല്ലാം കഴിഞ്ഞിട്ട് അവള് ഒരു റിയാക്ഷൻ അല്ലെങ്കിൽ വീഡിയോ മൊത്തം ചീഞ്ഞു പോകും. എന്റെ ഭഗവാനെ മിന്നിച്ചേക്കണേ. അപ്പം അവളുടെ അടുത്ത് പറയും വീട്ടിന്റെ താഴെയുണ്ട്, ഒരു സാധനം തരാനാണ്, വാ എന്ന് പറയും. ഊബറിലാണ്, അതുകൊണ്ട് മേലെ കയറാൻ പറ്റില്ല എന്ന് പറയും. കാരണം അവൾ എന്തായാലും മേലെ കയറാൻ പറയും. അപ്പം അങ്ങനെ പറഞ്ഞ് താഴെ കൊണ്ടുവന്ന് കൊടുത്ത് നമുക്ക് തിരിച്ച് പോയി ലഞ്ച് കഴിക്കാം. അല്ലെങ്കിൽ മൃദുവിനോട് ചോദിക്കാം എന്താ ലഞ്ച് പ്ലാൻ. ഇഫ് ഷീ ഈസ് ഓൾസോ കമ്മിങ് ഇൻ, വി ക്യാൻ ഗോ ഫോർ ജാപ്പനീസ് ഓർ സംതിങ്. ഓക്കെ, അതാണ് നമ്മളെ പ്ലാൻ. ഇനി ഞാൻ സ്പ്രേ അടിക്കാൻ പോവാം. നമുക്ക് പോവാം. ഓക്കെ പോവാം. ഓക്കെ പോവാം. റെഡി സെറ്റ്. ലൊക്കേഷൻ ഇടട്ടെ. ലൊക്കേഷൻ 16F. Flat number 16F. You are such a kalliparu. You know everything. Yep. Right? Yep. Are you ready? I'm ready. Set. Go. ഇത് റേസിംഗ് കാറൊന്നും അല്ല. Okay. ഞാൻ ഡ്രൈവിന് ഫുൾ വീഡിയോ എടുക്കണം. യെസ്, നമുക്ക് എടുക്കാം. ലൈറ്റ് ഉണ്ടോ? ലൈറ്റ് ഉണ്ടല്ലോ. This is our flat. Did you like our flat? Hi. We are on the way to Mridumala's house. എടി നീ ഒന്ന് താഴെ വരാമോ? ഞാൻ ഊബറിലാണ്. നിനക്കൊരു സാധനം തരണം. ആ മറ്റേ ഇതില്ലേ ഹെയർ സിറം, ഞാൻ 10 പ്രാവശ്യമായി നിന്നെ കണ്ടോണ്ട്. അതാണ്. ഓക്കെ, നീ ഒന്ന് താഴെ വാ. ഞാൻ താഴെ ഉണ്ട്, ഊബറിലാ. ശരി. പക്കിട്ടൊന്നിനാ ഹൈഡ് ചെയ്യുന്നേ? Because Mridumala is surprise Andy. Okay. She said she has. We are waiting, Mridhu. പക്ഷെ Mridumala വരുന്നു.
അവള് തപ്പുന്ന ഏത് ഊബറാന്ന്. ഞെട്ടിയാ? ഞാൻ ഞെട്ടി. എങ്ങനെയുണ്ട് സർപ്രൈസ്? ഞങ്ങൾ രാവിലെ തന്നെ നിന്നെ ഞെട്ടിക്കാന്ന് വിചാരിച്ചു. എങ്ങനെയുണ്ട്? വർക്കായില്ലേ? ഇവളായിരുന്നു ഫുൾ പ്ലാനിങ്, എല്ലാ നേതൃത്വം കൊടുത്തത് എന്റെ വീഡിയോഗ്രാഫർ. കോർഡിനേറ്റ് ഡ്രൈവിംഗ് നല്ലുണ്ടാ. നീ എന്ത് ചെയ്യായിരുന്നു? ഉറങ്ങായിരുന്നു. നീ 2 മണിയായിട്ട് കടയിലെത്തുന്നുണ്ട്. ഞങ്ങൾ വിചാരിക്കാണ് നീ ഫുഡ് കഴിച്ചിട്ട് പോണോ അല്ലയോന്നൊക്കെ. കൊള്ളാടി, നല്ല രസം നിന്നെ കാണാൻ. നീ കുളിക്കായിരുന്നോ ഞാൻ വിളിച്ചപ്പോ? രണ്ടാമത് വീണ്ടും ഉറങ്ങായിരുന്നല്ലേ? നമുക്ക് എവിടെയും കഴിക്കാൻ പോന്നാല് കാതും മണ്ടും ഉണ്ടോ വീട്ടില്? അവക്ക് കാണണമെന്ന്. എന്നാ ഞാൻ എവിടെ പാർക്ക് ചെയ്യണ്ടേ? മണ്ടു അവിടെ ബെഡ്റൂമിൽ കിടക്കുന്നുണ്ട്. അപ്പൊ അതച്ചിട്ട് മണ്ടു വരൂലല്ലോ. കാതല്ലേ അതെ സത്യം. എന്നെ പോലെ കുഞ്ഞു മനസ്സാണ്. അതിന് പക്ഷെ ഓർമ്മയുണ്ടാവില്ലേ? ഉണ്ടാവും, പക്ഷെ നീ ഇനി കുറച്ചു നേരം വന്നിട്ടൊന്ന് സെറ്റ് ആവുമ്പോഴേ ഫുള്ളാവുള്ളൂ. മണ്ടേ, അയ്യോ ബേബി. അയ്യോ എന്റെ അമ്മ, പ്ലം കേക്ക് ഓടി രക്ഷപ്പെട്ട് വന്നതാണ് ഞാൻ. എന്റെ വീട്ടിലിരിക്കുന്ന ജൂനിയർ മാൻഡ്രൈറ്റ് പ്ലം കേക്ക് ഞാൻ വേറെ വീട്ടിൽ ഏൽപ്പിച്ചിട്ട് തിരിച്ചു വന്നു. കാതു, തക്കിറ്റുന്റെ അടുത്ത് പോ. കാതു പോ, ഇനിയും എടുത്തു പോ. തക്കിറ്റും എടുത്തു പോ. അതാ some strawberries. Strawberries ഇല്ല, കടലിട്ടാ മതി. Strawberries and Okay, strawberries. put some cockroaches, Okay, cockroach. crickets, മിൽക്ക് milk, ആയിട്ടില്ല. More milk, grapes, ഉണ്ടല്ലോ. ants, കളർന്നുമില്ല. more ants, more milk. ഇത്രയും കുക്കിംഗ് ചെയ്യണോ? Close the lid, shake, open the lid, open your mouth. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ? ഞാൻ 1 year old മുതലേ പഠിക്കുന്നല്ലോ. ചിക്കൻ